ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, ദുറൂസുൽ ഇസ്ലാമിലെ മൂന്നാമത്തെ പാഠം ഇന്ന് നമുക്ക് നോക്കാം. അദ്ദർസു സാലിസു മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോൽ. ഇനി നമുക്ക് പാഠം വായിക്കാം. മിഫ്താഹുൽ ജന്ന. മിഫ്താഹുൽ ജന്ന. അദാനിനു സമയമായി. അദാനിനു സമയമായി. നമുക്കു കളി നിർത്താം. നമുക്ക് കളി നിർത്താം. മസ്ജിദിൽ പോയി. മസ്ജിദിൽ പോയി നിസ്കരിക്കാം. നിസ്കരിക്കാം. അബ്ദുള്ള പറഞ്ഞു. അബ്ദുള്ള പറഞ്ഞു. കുറച്ചു കഴിഞ്ഞു നിസ്കരിച്ചാൽ പോരെ. കുറച്ചു കഴിഞ്ഞു നിസ്കരിച്ചാൽ പോരെ. ഷമീർ ചോദിച്ചു. ഷമീർ ചോദിച്ചു. ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം. ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം. അത് ഏറെ പ്രതിഫലമുള്ളതാണ്. അതേറെ പ്രതിഫലമുള്ളതാണ്. അന്ത്യനാളിൽ. അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത്. ആദ്യമായി വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. നിസ്കാരത്തെക്കുറിച്ചാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അബ്ദുള്ള പറഞ്ഞു. അവർ ഒന്നിച്ചു മസ്ജിദിലേക്ക് നടന്നു. മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്. അബൂബക്കർ ഓർമ്മിപ്പിച്ചു. ഇനി നമുക്ക് ഈ കോളം വായിക്കാം. മിഫ്താഹുൽ ജന്നത്തി സ്വലാത്ത്. സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരമാണ്. തദ്രീബാത്ത്. ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. അതിൽ നംലഉൽ ഫറാഗ് ഒന്നാമത്തെ കോളത്തിൽ നല്ല കുട്ടികൾ. ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം. ഇനി അടുത്ത ഡാഷ് ഇട്ടുകൊടുത്ത് വൃത്തിയായി നടക്കണം, അദബ് കാണിക്കണം. അത് നല്ല കുട്ടികൾ എന്നുള്ളതിനോട് ചേർത്ത് വായിക്കുക. നല്ല കുട്ടികൾ ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം, നല്ല കുട്ടികൾ വൃത്തിയായി നടക്കണം, നല്ല കുട്ടികൾ അദബ് കാണിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നുജിബ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിരിക്കുന്നത് 6, 7, 8 എന്നാണ്. അത് ബുക്കിൽ മാറിപ്പോയതാണ് തോന്നുന്നു. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം, കാരണം എന്ത്? അതിൻ്റെ ഉത്തരം അത് ഏറെ പ്രതിഫലമുള്ളതാണ്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്ന കാര്യം ഏത്? അതിൻ്റെ ആൻസർ നിസ്കാരം. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഓരോ കാൽവെപ്പിനും പ്രതിഫലം ലഭിക്കും ആർക്ക്? അതിൻ്റെ ഉത്തരം മസ്ജിദിൽ പോകുന്ന ആൾക്ക്. അടുത്തത് നമ്പർ 3 നക്തുബുൽ മാനി. അർത്ഥം എഴുതുക. അതിൽ ഒന്നാമത്തെ അസ്വലാത്തു മിഫ്താഹുൽ ജന്ന. അതിൻ്റെ അർത്ഥം സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. നമ്മുടെ പാഠത്തിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. നക്തുബ്. അതിൽ ഒരു കോളത്തിൽ തന്നിരിക്കുന്നത് അതേപോലെ അടുത്ത കോളത്തിലേക്ക് എടുത്തെഴുതുക. മിഫ്താഹുൽ ജന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ അദാനുൻ അബ്ദുള്ള അബൂബക്കർ. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടമായാൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണം. വബിൽ ഹാദി റസൂലില്ലാ
وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله.